പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അബദ്ധവശാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു പെട്ട ഒരാളാണ്. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്കൊരു ഇൻകം വരാൻ തുടങ്ങി. ഇതിപ്പം ഓരോരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മളറിയാലോ, സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. അപ്പം പിന്നീട് ഞാൻ ഓക്കെ കൊള്ളാം, വരുമാനം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം അല്ല എൻ്റെ ജീവിതം, പക്ഷെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങുമായിരിക്കും. ഇനി അതല്ല വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ട. എന്നെ അങ്ങനെ ആളുകളും എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ വുമൺഹുഡ് എവറി മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദേയുടെ ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിരുന്നോ? ലൈക്ക് ഫാമിലി സപ്പോർട്ടോട് കൂടിയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നോ? അതെ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ് പേഴ്സൻ്റെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക് അവരുടെ പാരൻസ് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ ഉണ്ടാവുക. ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. എൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താ ഇൻസൈഡ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ പാരൻസിനോടാണ് പറയുന്നത്.